ഹായ് എവ്രി വൺ, എംറാൾ യൂട്യൂബ് ചാനലിൽ ഇന്ന് ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. അതായത് എനിക്ക് വ്യക്തിപരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരുപാട് വലിയ വലിയ മഹത് വ്യക്തിത്വങ്ങൾ ഞാൻ എപ്പോഴും അവരെ ഒബ്സർവ് ചെയ്യാറുണ്ട്. അവരുടെ ഇൻസ്റ്റഗ്രാം ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അവരുടെ ഡെയിലി അവരിടുന്ന പോസ്റ്റുകളും ഫോട്ടോകളും ഒക്കെ എന്നെ ഒരുപാടധികം ആലോചിപ്പിക്കാറുണ്ട്. ഓക്കെ, ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ഇവരുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ അതിൽ ചിലരുടെ ഓട്ടോബയോഗ്രഫീസ് വായിക്കാറുണ്ട്. അങ്ങനെ വായിച്ചിട്ടുള്ളതിൽ ആദ്യത്തെ ഞാൻ വായിച്ച ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ, മഹാത്മാഗാന്ധിജിയുടെ ബുക്കാണ്. അപ്പൊ അതില് നമുക്ക് ഇന്ത്യക്കാരായതുകൊണ്ട് തന്നെ ഗാന്ധിജി എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി നമ്മുടെ തോട്ടിൽ വരും. കാരണം ഇന്ത്യൻ കറൻസിയിലൊക്കെ അദ്ദേഹത്തിന്റെ തന്നെ ഫോട്ടോ ആയതുകൊണ്ടും പിന്നെ ചെറുപ്പം മുതലേ ഗാന്ധിജിയെ കുറിച്ചിട്ടുള്ള കേൾവികളും ഈവൻ ടെക്സ്റ്റ് ബുക്കുകളും ഒക്കെ നമ്മൾക്ക് ഗാന്ധിസം ഒരുപാട് ലെസൺസ് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഈവൻ എൻ്റെ ഒരു പേജന്റിൽ ഞാൻ പങ്കെടുത്തിരുന്നു. മിസ്സസ് മലബാറിന്റെ ഒരു ടൈറ്റിൽ വിൻ ചെയ്തപ്പോൾ ആ പ്രോഗ്രാമിന്റെ ഫൈനൽസിൽ എന്നോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു അത്. അതായത് നിങ്ങൾ ചരിത്രത്തിൽ ഒരു വ്യക്തിയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആരാണ്, എന്തുകൊണ്ടാണ്? ഇതാണ് ജഡ്ജസ് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ അതിൽ പെട്ടെന്ന് പറഞ്ഞ ഉത്തരം മഹാത്മാഗാന്ധി എന്നാണ്. അപ്പൊ അതിങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എന്താണ് മഹാത്മാഗാന്ധി എന്ന് പറയാനുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ എല്ലാവരുടെ നാവിൻ തുമ്പത്ത് വരുന്ന പേരാണ്. പക്ഷെ എന്തുകൊണ്ടാണ് എന്ന് പറയുമ്പോഴാണ് അവിടെ ആ ഒരു ഉത്തരത്തിന് അത് ഗ്രൗണ്ടിലേക്ക് വരുന്നതെന്ന് ഞാൻ കരുതുന്നു. അതായത് നമ്മൾ പറയുന്ന അഹിംസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ, അത് ഉപയോഗിച്ചിട്ടുള്ള വേറെ ഒരാളും നമ്മുടെ ഹിസ്റ്ററിയിലില്ല. അതായത് അഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലഡ് ഷെഡ് ഇല്ലാതെ തന്നെ ഇത്രയും വലിയ ഒരു സമരത്തിനെ ലീഡ് ചെയ്ത് അത് റിസൾട്ടിൽ എത്തിച്ച് ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇന്ത്യൻസിന് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് നമ്മൾ ഫാദർ ഓഫ് നേഷൻ എന്ന് പറയുന്നതും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഗാന്ധിയൻ ആശയങ്ങളൊക്കെ മനുഷ്യർ ഉൾക്കൊള്ളുന്നതുമൊക്കെ. ഓക്കെ, അപ്പൊ അതിൽ നിന്നും എനിക്ക് ഗാന്ധിജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വളരെ മോണോട്ടോണസ് ആവും. കാരണം എന്താണ്, നിങ്ങളൊക്കെ ഈ ആശയങ്ങൾ എന്നേക്കാൾ കൂടുതൽ കേട്ട് അല്ലെങ്കിൽ അതിനൊക്കെ കൂടുതൽ അറിഞ്ഞിട്ടുള്ളവരായിരിക്കും. അപ്പൊ ഇപ്പൊ എനിക്ക് ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെനിക്ക് തോന്നുന്നു ഒരു ഐഡിയലി ഉള്ള ഒരു ആൻസർ ആണ് മിഷേൽ ഒബാമ. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് മിഷേൽ ഒബാമ എന്ന വണ്ടർഫുൾ ലേഡിയെ കുറിച്ചിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ പറയുകയാണെങ്കിൽ അമേരിക്കയുടെ ഫസ്റ്റ് ലേഡി ആയിരുന്ന മിഷേൽ ഒബാമ. ഓക്കെ, അപ്പൊ ആ ഒരു പേരിനെ എന്തുകൊണ്ടാണ് ഇൻസ്പയർ ചെയ്യിക്കാനായിട്ട് പറ്റുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും എന്നെ പോലെ തന്നെ മിഷേൽ ഒബാമയെ വളരെ ഇഷ്ടമാണോ? ആണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിലൊക്കെ ഒന്ന് വന്ന് ലൈവ് ആക്കണം. മിഷേൽ ഒബാമ റീസെന്റ് ആണ് ഒരു ഓഥർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിലിൽ കണ്ടു തുടങ്ങിയത്. അതായത് എനിക്ക് തോന്നുന്നു മേ ബി ഏജ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആളുടെ ഒരു 50s ഓർ മേ ബി 60s ഒക്കെയാണ് ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മിഷേൽ ഒബാമയുടെ ബിക്കമിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓട്ടോബയോഗ്രഫി റിലീസ് ചെയ്തിരുന്നു. അത് അവരുടെ എല്ലാ സോഷ്യൽ മീഡിയയിലൂടെ വളരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തിരുന്നു. ഞാനും അത് പർച്ചേസ് ചെയ്തിരുന്നു. ഓൾമോസ്റ്റ് അത് വായിച്ചൊക്കെ കഴിയാറായി. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷേൽ ഒബാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി, അതായത് അവർ ആഫ്രിക്കൻ ഒറിജിൻസ് ആണ്. അതിനുശേഷം അവർ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. പിന്നെ അവർ ഹസ്ബൻഡ് വൈഫ് റിലേഷന് വളരെ രസമാണ് കാണാനായിട്ട്. അവർക്ക് 2 പെൺകുട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒബാമ ആൻഡ് മിഷേൽ അവർ ഒരുമിച്ചാണ് ഒരു പൊളിറ്റിക്കൽ ഇവന്റ്സിനൊക്കെ അവരുടെ ഒരു പ്രസൻസ് പറയുന്നത്. അതൊരു കാണാൻ തന്നെ ഭംഗിയുള്ള ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഒരു പ്രസിഡൻഷ്യൽ സ്പീച്ചിലൊക്കെ ഒരു വാക്കായിട്ടോ അല്ലെങ്കിൽ ആദ്യത്തെ ഈ ഒരു സ്ഥാനം ലഭിക്കുന്ന ദിവസത്തിലൊക്കെ ആയിരിക്കും ഭാര്യയൊക്കെ രാജ്യത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാറുള്ളത്. അങ്ങനെ കാണാറുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പലപ്പോഴും ഒബാമയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് മിഷേലാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു റിലേഷൻസിൽ അവരുടെ ഫാമിലിനെ അവരിങ്ങനെ ചേർത്ത് പിടിക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്. കാരണം അമേരിക്കയുടെ ആ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഒബാമ ഉള്ള സമയത്തൊക്കെ തന്നെയാണെങ്കിലും അവർ അമേരിക്കയെ ഇൻസ്പയർ ചെയ്യാനായിട്ടുള്ള ചില വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രസംഗങ്ങൾ ഉണ്ടാവും. അതൊക്കെ സംസാരിക്കുന്നത് മിഷേലാണ്. ഇപ്പോഴും യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിലോ നിങ്ങൾ മിഷേൽ ഒബാമ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ,
ഉള്ളിലേക്ക് കയറി പോകുന്ന വാക്കുകളാണ് മിഷേൽ ഒബാമയുടെ ഒരു വലിയ പ്രത്യേകത. അത് തന്നെയാണ് അവർ ഇത്രയധികം ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രസന്റ്ലി അവരുള്ള ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മളും. എനിക്കതിൽ വളരെയധികം ഒരു സന്തോഷം തോന്നാറുണ്ട്. കാരണം നമ്മൾ കുറേ ആൾക്കാരെ പറ്റി, ഇപ്പൊ നെൽസൺ മണ്ടേല അങ്ങനത്തെ വ്യക്തികൾ അവരൊന്നും ഇപ്പൊ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് അവരെ ഒരിക്കലും നേരിട്ട് കാണാൻ പറ്റുമോ എന്നൊന്നും സ്വപ്നം കാണാൻ പറ്റില്ല. കാരണം ഈവൻ മഹാത്മാഗാന്ധി ഒക്കെ മരിച്ചുപോയി, അല്ലെങ്കിൽ അവരുടെ കാലഘട്ടത്തിലല്ല നമ്മളുള്ളത് എന്നുള്ളത് ഒരു വിഷമമാണ്. എന്നാൽ അവിടെ ഒരു ബ്ലെസ്സിങ് പോലെ വന്നിട്ടുള്ള 2 പേരുകളാണ് ഒബാമ ആൻഡ് മിഷേൽ ഒബാമ. കാരണം അവരൊക്കെ ഇപ്പോഴും അമേരിക്കയിലുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ അവരെ കാണാനായിട്ട് ഒരു അവസരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഡ്രീം ഒക്കെ ആയി മാറിയിട്ടുണ്ട് ഇപ്പോൾ. കാരണം ഞാൻ വിചാരിക്കും എമറാൾഡ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൊക്കെ അങ്ങനെ യാത്ര ചെയ്യാൻ സാധ്യതകൾ കിട്ടുമ്പോൾ അവിടെ ഒരു എന്താ പറയുക ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി സെഗ്മെന്റിലൊക്കെ തൊട്ടടുത്തിരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയാൽ എന്ന് കരുതാറുണ്ട് ഞാൻ. അപ്പൊ അതൊക്കെ വൺസ് അത് സംഭവിക്കട്ടെ എന്ന് പോലും ഞാൻ ആശിക്കുന്നു. അപ്പോൾ അതുപോലത്തെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഭർത്താവ് എന്നൊരു വ്യക്തിയെ ഇത്രയും വലിയൊരു ടോപ്പ് മോസ്റ്റ് പോസ്റ്റിൽ എത്തിക്കുന്ന പല ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവും എന്നൊക്കെ പറയില്ലേ. എന്നാൽ ഇവിടെ ഈ ഒരു പുരുഷന്റെ വിജയത്തിനോടൊപ്പം തന്നെ മിഷേൽ ഒബാമ എന്നൊരു സ്ത്രീയും അവരുടെ സ്വപ്നങ്ങളിലെ വലിയ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുന്നതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു ഭാര്യ എന്ന നിലയിൽ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു ഫസ്റ്റ് ലേഡി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഭർത്താവിന് ഒരു അഡ്രസ്സിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്ന ഒരു വ്യക്തിത്വമല്ല, മറിച്ച് സ്വന്തമായിട്ടുള്ള എല്ലാ ചാരിറ്റി ആക്ടിവിറ്റീസ് ആണെങ്കിലും അതിൽ കൂടുതലായിട്ടുള്ള അവരുടെ എന്താ പറയുന്നത് വളരെ പാക്ഡ് ആണ് ഒബാമ അല്ലെങ്കിൽ മിഷേൽ ഒബാമ ഇവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. കാരണം ബുക്സുകൾ എഴുതുന്നു, അല്ലെങ്കിൽ മറ്റ് ബുക്കുകൾ വാങ്ങിയിട്ട് അവരുടെ മക്കൾക്ക് അത് വായിച്ചു കൊടുക്കുന്നു, സ്റ്റോറി നെറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതൊക്കെ വളരെ രസകരമായിട്ടാണ് അവർ ചെയ്യുന്നത്. കാരണം ഒരു അമ്മ എന്ന നിലയിലും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക പ്രൊഫഷണലി ഓൾസോ ഷീസ് എ ലേഡി. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കണ്ടിരിക്കണം, അല്ലെങ്കിൽ അവരെ പോലെയൊക്കെ ആവണം, അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒത്തിരി ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് ഓറ അവരുടെ ചുറ്റിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അവര് എങ്ങനെയായാലും അവരുടെ സ്ട്രഗിൾ വളരെ ഡീപ്പ് റൂട്ടഡ് ആണ് എന്നുള്ളത് അവരുടെ അച്ചീവ്മെന്റ്സിൽ നിന്ന് അറിയാൻ പറ്റും. അപ്പൊ ഈ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ, എന്നെ ഇൻട്രസ്റ്റിംഗ്ലി അവരുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തുന്ന ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. ഇത് കൂടാതെ ഒരുപാടുണ്ട്. ഇപ്പോഴും എൻ്റെ വിഷൻ ലിസ്റ്റ് ഞാൻ എൻ്റെ വീട്ടിൽ രാവിലെ കാണുന്ന സ്ഥലത്ത് എൻ്റെ എന്താ പറയാ ബെഡ്റൂമിൽ തന്നെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ വിഷൻ ലിസ്റ്റ് ഒക്കെ എൻ്റെ റൂമിലൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മിഷേൽ ഒബാമ. നിങ്ങളുടെ ലൈഫിലും ഇവരുടെ ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യാം. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ അവരെ ഒബ്സർവ് ചെയ്യുക. കാരണം അവർ സോഷ്യൽ മീഡിയയിൽ വളരെ ലൈവാണ്. അത് കൂടാതെയും അവര് ബുക്സിലൂടെയും, അല്ലെങ്കിൽ ഈവൻ UK സിറ്റിസൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറേ കൂടെ ആക്സസിബിലിറ്റി ഉണ്ടല്ലോ. കാരണം ഇവിടെയൊക്കെ നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ തൃശ്ശൂരൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് കാണാനുള്ള അവസരം കിട്ടുന്നത് പോലെ തന്നെ അവിടെയൊക്കെയുള്ള മലയാളീസ് ആയിട്ടുള്ള നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ കീപ് ഇൻ ടച്ച് ദെയർ അപ്ഡേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇനിയും ഇതുപോലത്തെ കുറേ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ എമറാൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി റെഗുലർ ആയിട്ടുള്ള വീഡിയോ അപ്ഡേറ്റ്സുകൾ ഉണ്ടായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.